ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിന്ന് മെയിൻ്റെനൻസ് ഉണ്ടായിരുന്നു. സോ മെയിൻ്റെനൻസ് ആയിട്ട് ഗെയിം ഓർന്ന് നോക്കിയപ്പോൾ കണ്ടത് നമ്മളുടെ ഇറ്റലി 2006 ഒരു ബിഗ് ടൈം ആൻഡ് എപ്പിക് പാക്ക് വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു വല്ല നെയ്മറോ അല്ലെങ്കിൽ പിന്നെ വിയേരയോ അങ്ങനെ വല്ല പാക്കൊക്കെ വരുന്നതാണ്. പക്ഷേ കൊണാമി വീണ്ടും ചാമ്പി ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റലി 2006 വേൾഡ് കപ്പിൻ്റെ ഒരു പാക്കാണ്. ഇറ്റലി വേൾഡ് കപ്പിനില്ല എങ്കിൽ കൂടി ഒരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഇറ്റലീനെ അങ്ങനെ നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ ഒരു ടീമല്ലേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നോക്കിയപ്പോൾ ബഫണും ഉണ്ട്, അതുപോലെ തന്നെ പിർലോയും ഉണ്ട്. പിന്നെ നമ്മുടെ സോംബ്രോട്ടയാണ്. ആൾ വന്നിരിക്കുന്നത് ഫിനോൽ പാസ് പ്ലസ് ഷാഡോ ഹണ്ട് പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും മെയിൻ അക്കൗണ്ട് ഇറക്കിയിട്ട് വെറുതെ എന്തിനും മൂഞ്ചിന് ആകെ ഈ സോംബ്രോട്ടയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ജിയോ ജോസ് പ്രോയുടെ അക്കൗണ്ടിലാണ് നമ്മളിന്ന് സ്പിൻ ചെയ്യണത്. അപ്പോൾ ആളുടെ പറഞ്ഞ പോലെ തന്നെ ബഫണും ഉണ്ട്, അതുപോലെ തന്നെ പിർലോയും ഉണ്ട്. അപ്പോൾ ആളും ഈ സാംബ്രോട്ടയ്ക്ക് വേണ്ടി കറക്കണം വേണ്ടി ചോദിച്ചു. അപ്പോൾ ഞാൻ റെഡിനെ വെറുതെ കറക്കിയിട്ട് വലിയ വേറെ ഒന്നുമില്ല, നിങ്ങളത് വേറെ വല്ല പാക്ക് വരുമ്പോൾ ഇറക്കിക്കോ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചങ്ങായി വീണ്ടും മെസ്സേജ് ചെയ്തു, അല്ലെ വേണ്ടറാക്കി ബഫണ കണ്ടിട്ട് ഇരിക്കാൻ പറ്റില്ല, എങ്ങനെയൊക്കെ ബഫണ എടുക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് സ്പിൻ ചെയ്തോന്ന്. അപ്പോൾ കറൻ്റ് ആളുടെ 25,000 കോയിനുള്ളത് എനിക്ക് അറിയാലോ. കഴിഞ്ഞ ആഴ്ച നമുക്ക് മുഞ്ചിച്ചാണ് കുറച്ച് ക്രൈഫിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ബഫറിൻ്റെ ബിഗ് ടൈം കാർഡാ. അപ്പോൾ എന്തായാലും ആൾക്ക് ഇരുന്നിട്ട് ഉറക്കണില്ല, ആളെന്തായാലും പറഞ്ഞ സ്പിൻ ചെയ്യാന്ന്. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്താ സ്പിൻ ചെയ്യാം, കുഴപ്പമില്ല സ്പിൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം നമുക്ക് നമ്മുടെ ബഫണിനെ കിട്ടുമെന്ന്. സോ ബഫൺ വന്നിരിക്കുന്നത് ഡയറക്റ്റ് ഡിഫൻസ് പറഞ്ഞ സ്കില്ലായിട്ടാണ്. അതുപോലെ തന്നെ പിർലോ വന്നിരിക്കുന്നത് വിഷണറി പാസ് പ്ലസ് അറ്റാക്ക് ട്രിഗർ. ഓക്കെ, DFN ആണ്. സോ മൂപ്പര് വന്നിരിക്കുന്നത് ഓർക്കസ്ട്രേറ്റർ കാർഡിന് കേട്ടോ. നല്ല സ്റ്റാറ്റ്സ് ആണ്. പാസിംഗ് ഒക്കെ പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ പിർലോയ്ക്കും അത്യാവശ്യമുള്ള സാധനമാണ് ഈ പാസിങ്. അതുപോലെ തന്നെ സാംബ്രോട്ട, ഇതിലേക്ക് പുതിയത് വന്ന കാർഡാണ് നമ്മുടെ സാംബ്രോട്ട. സോ സാംബ്രോട്ട വന്നിരിക്കുന്നത് ഫിനോമൽ പാസ് തന്നെ എല്ലാവർക്കും, ഫിനോമൽ പാസ് പ്ലസ് ഷാഡോ ഹണ്ട് കേട്ടോ. സോ 29 വയസ്സുള്ള നമ്മുടെ സാംബ്രോട്ടയാണ്. അറ്റാക്ക് ഫുൾ ബാക്കാണ്, റൈറ്റും കളിക്കും ലെഫ്റ്റും കളിക്കും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ആള് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഈ ഫുട്ബോൾ വരുന്നത്. എന്തായാലും കളിപ്പിച്ചിട്ടേ നമുക്ക് റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ പാക്ക് ഓപ്പണിങ് കാര്യങ്ങളൊക്കെ എന്താവുന്നു ഗൈസ്. അപ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ. 2006 ഇറ്റലി നമുക്ക് ഇറ്റലി ബഫണ്ട് എടുത്തു കൊടുത്താൽ അത്രയും നല്ലത്. വേൾഡ് കപ്പ് അടിച്ച ടീമാണ്. മട്രാസിനൊന്നും കൊണ്ടുവരാൻ ഭാഗ്യം ഒന്നുമില്ല. മട്രാസി ചെക്കൻ നമ്മുടെ സിദ്ധാനെ പറഞ്ഞത് കപ്പടിച്ച കാരണം കപ്പ് കിട്ടിയവന് വേറെ ഒന്നും പറയാനില്ല, എന്താ ചെയ്യാല്ലേ. സോ ഫസ്റ്റ് പിന്നെ എന്തായാലും കൊടുക്കാം, നമുക്ക് കൊടുത്തു നോക്കാം. സാധനം പായോ എടാ ബ്ലാക്ക് ആനിമേഷൻ. ബഫൺ തന്നെയാണോ എൻ്റെ പൊന്നിജാതിലക്ക് ഗായ്സ്. എടാ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഞാൻ ബാക്കിൽ എടാ സാധനം കിട്ടിയ ഒരു ട്രയൽ കിട്ടി എൻ്റെ പള്ളി ഗായ്സ്. ഒരു ട്രയൽ എടുത്ത് കൊടുത്തുള്ളൂ, ഒരു ട്രയൽ ബ്ലാക്ക് അരി വെച്ചാൽ ഫസ്റ്റ് ട്രൈ ബഫൺ പ്ലസ് പിർലോ. മൂപ്പരിൽ ഉള്ള ആടിനെ കൊണാമി വീണ്ടും എടുത്താൽ നിൽക്കുക. മൂപ്പര് വിചാരിച്ചെന്താ, കൊണാമി വിചാരിച്ചെന്താ, ഈ പൊട്ടന്മാർ സാംബ്രോട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് കറക്കണത്. അപ്പോൾ ഫസ്റ്റ് സ്പിൻ തന്നെ ബഫണിന് പിർലോന് കൊടുക്കുക. കാരണം ഇത് മരയിലുണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് തന്നതാ. നമ്മളേതാ ബുദ്ധി, നമുക്ക് ബഫണിനെയാണ് ഇതിൽ വേണ്ടത്. എടാ കോമഡി പീസായിട്ടോ അത്. കൊണാമി മൂജിക്കാൻ വേണ്ടി കളിച്ചു തന്നെയാടാ. പക്ഷേ നമ്മളതിൽ പെട്ടില്ല ഇപ്രാവശ്യം, രക്ഷപ്പെട്ടിട്ടുണ്ട് ഉള്ള കാര്യം പറയാലോ. സോ ബഫണിനെ കിട്ടി. എടാ അത് കോമഡി കേട്ടോ. ഫസ്റ്റ് ട്രൈനെ ബ്ലാക്ക് ആനിമേഷൻടാ. ബഫണിനെ കിട്ടി, അതിൻ്റെ പിർലോനെ കിട്ടി. 2 ടാർഗറ്റ്സിനെ പറയാൻ പറ്റില്ല, ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇത് സാംബ്രോട്ട ആണെങ്കിൽ ട്രിബിൾ ആയിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. സാധനം 2 കിട്ടിയിട്ടോ കൈസ്. നോക്ക് ഇത്രയും പ്ലേസ് ബാക്കി കിടക്കുന്നുണ്ട്, 140 പ്ലേസ്. കെജാതി ലക്ക് മച്ചു ഇന്ന് നമ്മൾ പൊളിച്ച്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി ടീമിലേക്ക് എടുത്തിടാം. ടീമിൽ ഓൾറെഡി ബഫണുള്ള കാര്യം ഞാൻ പറഞ്ഞ്, വളരെ ഇഷ്ടം പോലെ ഗോളിയാ. ബഫർ എടുക്കണം, 103 എടുക്കണുണ്ടല്ലേ. സോ പുതിയ ബഫൺ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ നമുക്ക് പിർലോ DMF അല്ലേ. ഓക്കെ, ഇതാ എടുക്കണു കണ്ടോ, ഈ പിർലോടെ കിടക്കുന്നുണ്ട്. എന്തായാലും പിർലോനെ നമുക്ക് എടുത്തിടാം. എന്നിട്ട് നമുക്ക് ലെവൽ ട്രെയിനിങ് ചെയ്യിക്കാം. ലെവൽ ട്രെയിനിങ് ഓട്ടോ. ഓക്കെ, ബഫണിനൊക്കെ ലെവൽ ട്രെയിനിങ് ഓട്ടോ കൊടുത്തു വിടാം.
അല്ല ലെവൽ ട്രെയിനിങ് ഓട്ടോയല്ല, ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ കേട്ടോ, ഒന്നും വിചാരിക്കരുത്. ഓട്ടോ സെലക്ട് പ്രോഗ്രഷനല്ലേ കൊടുത്തതിപ്പോൾ. പിന്നെ നമുക്ക് പ്രോഗ്രഷൻ കൊടുക്കാം. ആദ്യം ബൂസ്റ്റർ ഉണ്ടോ അറിയില്ല കേട്ടോ. ബൂസ്റ്റർ ഉണ്ടോ? ഒരെണ്ണം. ഓക്കെ, ഒരെണ്ണം ഉണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ബഫണ്ണ കൊടുക്കാം. ബഫണ്ണാണുള്ള ടാർഗറ്റ്. ഫിസിക്കാലിറ്റി കിട്ടിയിരിക്കണേ, വലിയ ഉപകാരമില്ലാത്ത സാധനമാണ്. പ്ലെയർ പ്രോഗ്രഷൻ കൊടുക്കാം. ഓക്കെ, 100 കിട്ടും കേട്ടോ ആള്. 108 109 പോയിരിക്കും ബഫൺ. അപ്പോൾ എന്തായാലും 109 പോകാണ്ടിരിക്കില്ല. ഇനി നമുക്ക് പ്ലെയർ പ്രൊഫഷൻ ഇപ്പം കൂടെ കൊടുക്കാം. പിർലോൻ്റെ 100 തന്നെ. മൂപ്പര് 107 108 എത്ര 106. സോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. സോ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 27 ഏജിലുള്ള നമ്മുടെ പിർലോയാണ്. ഹൈറ്റ് 177. റൈറ്റ് ഫുട്ടറാണ് കേട്ടോ ആള്. ഓർക്കസ്ട്രേറ്റർ കാർഡാണ്. ഇതൊക്കെയാണ് പ്ലേ സ്റ്റൈൽസ് വരുന്നത്. സ്റ്റാറ്റ്സ് വൈസ് നോക്കുകയാണെങ്കിൽ പാസിങ് 96 99. മറ്റേ പിർലോനെ വലിയ ഇതില്ല, ചേഞ്ച് ഇല്ല. സെറ്റ് പീസ് കേള് ഡിഫെൻസീവില് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സ്പീഡ് 83, ആക്സലേഷൻ 82. സെറ്റ് കടഞ്ഞ കേട്ടോ, സ്റ്റാമിനൊക്കെ ഉള്ള നല്ലൊരു കടഞ്ഞാണ് നമ്മുടെ പിർലോൻ്റെ. ബൂസ്റ്റർ ഇനി ഞാൻ കൊടുത്തിട്ടില്ല. അതുമല്ല ഷട്ട് ഡൗണോ ഡിഫെൻഡിങ്ങോ അല്ലെങ്കിൽ പാസിങ് അങ്ങനെ ആക്രൂസിയെല്ലാം കൊടുത്താൽ മതി. ഓക്കെ, അതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ ബഫണിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇത് കുറച്ച് യങ് ബഫണാണ്. 28 വയസ്സുള്ള ബഫണാണ്. ഇന്ത്യയിൽ എത്ര 32 ആട്ടോ. അപ്പോൾ അതിൻ്റേതായ റിഫ്ലക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അറ്റാക്കിംഗ് ഗോൾ കീപ്പർ ആട്ടോ ആള്. സോ ഓവറോൾ ഇതാ സ്റ്റാറ്റ്സ് കൈസ് എല്ലാം 95 മുകളിൽ കേട്ടോ. പുള്ളി 101 ഉണ്ട്. ജിക്ക് അവെയർനെസ് കേട്ടോ. സോ സെറ്റാണ്. ജമ്പ് 90 ഉണ്ട്. പുള്ളി പറയാം, ഒന്നും പറയാല്ല. ഓക്കെ, സോ കിടിലൻ കാർഡാണ്. രണ്ടും ടോപ്പ് തന്നെയാണ്, ഒന്നും പറയാല്ല. 109 വരെ പോവും ബഫൺ. സോ ഇറ്റ്സ് എ വെർത്തി ബാക്ക് ഓപ്പണിങ് പറയാം. സാധനം കിട്ടിയിട്ടുണ്ട്. അത് 140 വരെ ബാക്കി വെച്ചിട്ട് ഫസ്റ്റ് സ്പിൻ തന്നെ ബ്ലാക്ക് ആനിമേഷൻ പൊളിച്ചു, ഒന്നും പറയല. അപ്പോൾ കൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് ടൈമിന് കിട്ടിയില്ല, നമുക്ക് ഇനി ഇതൊന്നുമില്ല. ഓക്കെ, സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. വീട്ടിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.